ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കലാമണ്ഡലത്തിന് അടുത്തായിട്ടുള്ള ഒരു സൈറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരു 3 സ്റ്റേജ് ഫിൽട്രേഷന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് പ്രധാനമായിട്ടും 2 സോഴ്സ് ആണുള്ളത്, ഒരു കിണറും ഒരു ബോർവെല്ലും. അതാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. കിണറാണ് ഇവർ എപ്പോഴും നമ്മുടെ വീടിന്റെ കാര്യങ്ങൾക്കും, പിന്നെ ഇവർക്ക് ഒരുപാട് ഇങ്ങനെ നനയ്ക്കാനൊക്കെ ഉള്ള കൃഷിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് മെയിനായിട്ടും അതിന് വേണ്ടിയിട്ടും ബോർവെല്ലും കൂടെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് 2ഉം യൂസ് ചെയ്യാൻ പറ്റണം അവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ കിണർ വരുന്നത് അതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, വലിയൊരു കിണറാണ്. നല്ല രീതിയിൽ ആഴമുള്ളൊരു കിണറാണ്. ഇത് ഡീപ്പായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സെഡിമെന്റ്സും കാര്യങ്ങളും അതിലുണ്ട്. അപ്പൊ അതാണ് നമുക്ക് കിണർ വരുന്നത്. ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാണ്ട്. പിന്നെ ബോർവെൽ വരുന്നത് അതാണ്. ആ കാണുന്നതാണ് ബോർവെൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 സ്റ്റേജ് ഫിൽറ്ററാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വർക്കിലേക്ക് പോവാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഫിൽറ്റർ. 3 എണ്ണമാണുള്ളത്. ഒരു സാൻഡ്, ഒരു കാർബൺ, ഒരു അയൺ റിമൂവറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബാക്കി നമുക്ക് വർക്ക് നടക്കുന്നതിന്റെ കാഴ്ചകൾ ബാക്കി നമുക്ക് കാണാം. മീഡിയ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മീഡിയ ഫില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവര് ഇതുപോലെ സ്പ്രിംഗ്ലറും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയണുള്ള വെള്ളത്തിൽ നനയ്ക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവരെല്ലായിടത്തും സ്പ്രിംഗ്ലർ സിസ്റ്റം ഇവിടെയും ഇവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരും ഇതുപോലെ ചെടികളെയും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. തൃശ്ശൂർ ഉള്ള മേഖലയിലുള്ള എല്ലാവരും ഏകദേശം അങ്ങനെയാണ്. മണ്ണുത്തി, നമ്മുടെ സർവകലാശാലയൊക്കെ അടുത്ത് ഇവിടെയാണുള്ളത്. ഇവിടെ തന്നെ ഇവിടെ കിളികളുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, ഇപ്പൊ കിളിയൊന്നും ഇല്ല, അതിനായിട്ട് ഒരു സിസ്റ്റം ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വെള്ളം പുറത്തു നിന്ന് തന്നെ നമുക്ക് ഈ വാൽവുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിറയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നല്ലൊരു അടിപൊളി ഒരു സാധനമായിട്ട് തോന്നി. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഇതല്ലേ, ഇതിലൂടെ വെള്ളം വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഫില്ലായിട്ട് ഓരോരോ ചട്ടിയിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. മീഡിയ ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വാൽവും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കത് നോക്കാം. വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു ബോർവെലും ഒരു കിണറുമാണ് ചെയ്തത്. 2ഉം സെയിം റിസൾട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന സിസ്റ്റം. ഇത് സാൻഡ് ഫിൽറ്റർ ആണ്. ഒരു അയൺ റിമൂവർ സിസ്റ്റം ആണ് ഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത്. സാൻഡ്, അയൺ റിമൂവർ, കാർബൺ ആണ് ചെയ്തേക്കുന്നത്. ഇതിപ്പം ബോർവെലിന്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും, ഇത് കിണറിന്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും. ഇപ്പൊ കിണർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്, അതനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത് കണക്ക് ഏതൊക്കെ എത്ര ടൈപ്പ് വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ തരുന്നതാണ്. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മളുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം പോകുന്ന വഴി നമ്മൾ കുറച്ച് കാഴ്ചകൾ കൂടെ കാണിക്കുന്നുണ്ട്. അതും കൂടെ കണ്ട ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, നമുക്ക് ബാക്കി പോണ വഴി കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള കലാമണ്ഡലമാണ് ചെറുതുരുത്തിയിലുള്ളത്. നമുക്ക് അതിന്റെ അടുത്തായിട്ടായിരുന്നു നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത്. നമ്മള് അകത്തോട്ടൊന്നും കയറാനുള്ള മാർഗമില്ല, നമ്മൾ ലേറ്റ് ആയി പോയി. എല്ലാരും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചാനെ. ഇത് 1930 ഉണ്ടാക്കിയ സാധനമാണ്. പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു സ്മാരകമാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മള് ഇവിടെ അടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഡാമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലായിടത്തും പോവായിരുന്നു. പക്ഷെ ഇതാണ് കലാമണ്ഡലത്തിന്റെ ഫസ്റ്റ് ഇത് കാണിക്കുന്ന ഫസ്റ്റ് ഗോപുരമാണിത്. ഇതിലാണ് അകത്തേക്ക് എൻട്രൻസ് ഉള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അകത്തോട്ട് കയറി നോക്കായിരുന്നു. ഇതാണ് കേരള കലാമണ്ഡലം. ഇനിയിപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രമുണ്ട്. സ്ഥലത്ത് വന്നിപ്പോ നിൽക്കുവാണ്. കുറെ നാളായിട്ട് വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും എന്റെ ഇതിലുണ്ടായിരുന്നതാണ്. നമ്മളിവിടെ വർക്കിന് വന്നപ്പോഴാണ് നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റിയത്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുമ്പിലാണ്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഉത്രാളിക്കാവ് ക്ഷേത്രം ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഉത്സവവും കാര്യങ്ങളും എല്ലാം ഇവിടെ തകൃതിയായിട്ട് നടന്നിട്ട് പോകുന്നതാണ്. എല്ലാവരും ഈ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പുറകിലൂടെ ട്രെയിൻ പോകുന്ന ഒരു വിഷ്വല് എല്ലാവരും കണ്ടിട്ടുണ്ടാവും.
ഫ്രണ്ട്സ്, ഈ കാണുന്ന വ്യൂ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യൂ. എല്ലാ ഫോട്ടോസിലും നമുക്ക് അല്ലെ എല്ലാ വീഡിയോസിലും കാണാനുള്ള ഇത് ഇവിടെ ഭയങ്കര പാടാണ്. ഇങ്ങനെ കാണാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. നമുക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടായി. അതാണ് ആ ട്രെയിൻ പോകുന്ന വ്യൂ കാണുന്നത്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകുന്ന ട്രെയിനാണ്, രാജധാനി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതിന്റെ വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇച്ചിരി ടൈമിങ് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഈ സാധനം ഇപ്പൊ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ അങ്ങോട്ട് ട്രാക്കിന്റെ അങ്ങോട്ട് പോയ റേറ്റ് ആയിരുന്നു നമ്മൾ കണ്ടോണ്ടിരുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിലൂടെ ട്രെയിൻ പോകുന്ന എല്ലാരും കാണാനിരിക്കുന്ന ആ വിഷ്വല് അത്ര അടിപൊളിയായിട്ടാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ വിഷ്വല്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്തതിനുള്ള ഫലം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പൊ നമ്മൾ എത്തിയത്. ഒരുപാട് നാളായിട്ട് ഇവിടെ വരണം എന്ന് ഞാൻ ആലോചിച്ചിരുന്ന സ്ഥലമാണിത്. നമ്മള് അങ്ങനെ ഒരു സ്ഥലവും കൂടെ നമ്മുടെ വർക്ക് കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോണ സ്ഥലങ്ങളുണ്ട്. ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. എല്ലാ ദിവസവും ലേറ്റ് ആയി പോകും നമ്മള്. ഇന്നിവിടെ ഒരു ഡാമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ താമസം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമുക്ക് അവിടെയും കൂടെ പോയായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഉത്രാളിക്കാവിൽ നിന്നപ്പോ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുവാണ്. അപ്പൊ ബൈ ബൈ.